മരണം മരണം മിസ്റ്റർ ഇന്ദുചൂടൻ. ഹല്ലേലൂയ പാതി സ്തുതിച്ചിടുന്നേ സ്തോത്രം. ഭർത്താവ് പേർച്ചയിലല്ല. ഞായറാഴ്ച വട്ടം ദിവ്യബലിക്ക് അങ്ങ് എത്തിയേക്കണം. ഞാൻ ബാഹുബലി കാണാം. മമ്മൂട്ടി ഒരു സ്ഥലത്ത് വരുമ്പോൾ മമ്മൂട്ടി എടുത്തിട്ട് ഇടിക്കും, മോഹൻലാൽ വരുമ്പോ മോഹൻലാൽ ഇടിക്കും, സുരേഷ് ഗോപി വരുമ്പോ സുരേഷ് ഗോപി. നല്ല വടിവത്തെ ശരീരമുള്ള ഉർവശി, മേനക, രംഭെ ഇരിക്കുമ്പോ ഇവൾമാരെ നമ്മളെ കേറ്റുവോ? ഇതൊക്കെ ഞാൻ കാണിച്ചു ഇവിടെ അലമ്പായി പോകും. Luna's Comedy Super Night powered by Gobu Nandana G-Mart. Luna's Comedy Super Night powered by Gobu Nandana G-Mart എന്നൊരു പുത്തൻ ചിരി അരങ്ങുമായി നിങ്ങൾക്ക് മുന്നിൽ ഇതാ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. Luna's Comedy Super Night powered by Gobu Nandana G-Mart. ഈ ഷോയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിരി വിശേഷങ്ങൾ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു, താരവിശേഷങ്ങൾ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്യുക, ആ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. പേജിന്റെ അഡ്രസ് ഇതാണ് www.facebook.com/comedy super night. അപ്പോൾ ഇന്ന് തന്നെ മറക്കാതെ ഈ ഒരു ഫേസ്ബുക്ക് പേജ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫേസ്ബുക്ക് പേജ് ഇന്ന് തന്നെ എല്ലാവരും വിസിറ്റ് ചെയ്യുക, ആ പേജ് ലൈക്ക് ചെയ്യുക. ഇപ്പോഴല്ല ഞാൻ വിളിക്കാം, മാമനകത്തോട് ചെല്ലുക, അവിടെ പോയി ഇരിക്കൂ. എനിക്കൊരു 5 മിനിറ്റ് കിട്ടിയാൽ മതി. 5 മിനിറ്റ് ഇപ്പഴല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ വിളിക്കാം. കുറച്ചും കൂടെ ഒരു ഇച്ചിരി സമയം കൂടെ വേണം. എന്തായാലും ഞാൻ വന്നുവല്ലേ, നിന്റെ കൂട്ടുകാരൊക്കെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. ഇതോ കൂട്ടുകാരും എന്റെ കൂട്ടുകാരല്ല, നമ്മുടെ ഈ ഷോ കാണാൻ വന്നിട്ടുള്ള ഓഡിയൻസ് ആണ്. എന്നാലും ഒന്ന് പരിചയപ്പെടുത്തി എല്ലാവരെയും. ആക്ച്വലി he is my distant relative, a kind of uncle you can say. മതിയോ? എന്താ പറഞ്ഞത്? എന്റെ വകയിലൊരു അമ്മാവനാന്ന് പറയുമായിരുന്നു. വകയിലൊന്നുമല്ല, ഞാൻ ഇവിടെ സ്വന്തം അമ്മാവനാണ്. ഇവിടെ അമ്മയുടെ നേരെ ആങ്ങളാണ് ഞാൻ. വകയില അമ്മാവൻ മാത്രമല്ല, ഞാൻ ഈ ഇവിടുത്തെ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം. ഈ ഇവിടുത്തെ പോലീസ് എന്തോ ആരും വിളിച്ചില്ല. ഇവിടെ അടുത്ത പോലീസ് സ്റ്റേഷനിലാണ് മാമന് ജോലി. അത് തന്നെ പോലീസ് സ്റ്റേഷൻ. വെറും സാധാ പോലീസ് ഒന്നും അല്ലട്ടാ, ആരെങ്കിലും വിളിക്കും. പറഞ്ഞു നീ തന്നെ പറഞ്ഞു, എനിക്കത് കിട്ടിയല്ല. സബ് ഇൻസ്പെക്ടർ ആണ് മാമൻ, ഇവിടെ തൊട്ടടുത്തുള്ള ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? ഇപ്പൊ വരുമോ? അപ്പൊ ഞാൻ ആ സമയം വിളിക്കാം. അദ്ദേഹം ഒന്ന് വന്നിട്ട് എനിക്ക് അധികം സമയം വേണ്ട, 5 മിനിറ്റ്. 5 മിനിറ്റ് കുഴപ്പമില്ല, അത് നമുക്ക് തരാവുന്നതേ ഉള്ളൂ. എനിക്ക് പുള്ളി ഒന്ന് കാണണം, ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ വേണമെങ്കിൽ ഞാൻ എടുത്തിട്ട് വാട്സാപ്പ് ചെയ്ത് തന്നാ മതിയോ? വാട്സാപ്പിനല്ല, എനിക്ക് വേണം ഫോട്ടോ. അതല്ല മാമ, ഞാന് വാട്സാപ്പ് ചെയ്ത് തരാന്ന് പറയാ. ഓ എന്നാന്ന്? അതായത് നമ്മുടെ ഈ ഫോൺ ഉണ്ടല്ലോ, മൊബൈൽ ഫോൺ, അതിനകത്ത് ഇങ്ങനെ ഈ പച്ച കളറിൽ ഒരു വട്ടം കണ്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞൊരു വാലൊക്കെ ആയിട്ട്. അപ്പൊ അതിൽ നമ്മളിങ്ങനെ ഞെക്കുമ്പോ അതിനകത്ത് കുറെ ഇങ്ങനെ പടപടാന്ന് മെസ്സേജ് വരും. അതിനെയാണ് നമ്മള് വാട്സാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നീ ഇത് നിന്റെ ഫോണിൽ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. പോലീസ് സ്റ്റേഷനിൽ ലാൻഡ് ഫോണിൽ കിട്ടാ നോക്കാലോ, അവിടെ ചെന്ന് വൈകിട്ട് നോക്കാൻ. പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്ക് വാട്സാപ്പ്, അതും ഞാൻ. അപ്പൊ നമുക്കിനി നമ്മുടെ അതിഥി, ഇന്നത്തെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ പോലീസ് മാമൻ വന്നിട്ട് പോയതും. അദ്ദേഹത്തിന്റെ കടുത്ത ഫാനാണ്. അപ്പൊ ഇന്നത്തെ ആരാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ അധികം സസ്പെൻസ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല, ഞാൻ പറയാൻ പോവാണ്. ഒരു കാലത്ത് നമുക്ക് ഇദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് വല്ലാത്തൊരു മാനസിക സംഘർഷമായിരുന്നു, അല്ലെങ്കിൽ ഈ ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവുന്ന സിറ്റുവേഷനിലായിരുന്നു ഇദ്ദേഹം എപ്പോഴും വരാറുണ്ടായിരുന്നത്. പക്ഷെ എന്ത് പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നതെന്നറിയോ? ഇപ്പൊ നേരെ തിരിഞ്ഞു. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ എത്ര സമ്മർദ്ദം ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ എത്ര മസിൽ പിടിച്ചിരിക്കുന്നവരാണെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചിരി പൊട്ടി തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ഇമേജുകൾ മാറ്റിയെടുത്ത, എല്ലാത്തിലും കഴിവ് തെളിയിച്ച നമ്മുടെ ഒരു പ്രിയ താരമാണ് ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീ ഭീമൻ രഘു.
നമസ്കാരം ചേട്ടാ, സ്വാഗതം. അല്ല, ആരാ മനസ്സിലായില്ല? ആ, ഞാനാണ് ഈ ഷോയുടെ ആങ്കർ. ഞാനല്ലേ ഇപ്പൊ ചേട്ടനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തേ. ഓഹോ, പേര് അശ്വതി. ആ, എന്ത് മനോഹരമായ പേര്. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ, ഇഷ്ടപ്പെട്ടു. ഹൃദയാംബരത്തിലെ മുകിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ, അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. ചേട്ടൻ ഡാൻസ് ചെയ്ത് വന്നു, ഇതാ ഇപ്പൊ പാട്ട് പാടി അതിലും കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അത് സന്തോഷമാണോ അതോ പ്രയാസമല്ലോ? ഒരു പ്രയാസമല്ല, ഒരുപാട് സന്തോഷം. താങ്ക് യു അശ്വതി. ഓക്കെ ചേട്ടാ, അപ്പൊ പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ, എൻ്റെ വൈഫ്, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. വൈഫ് സുധ രഘു, മൂത്ത ആള് രാധിക, ഇളയാള് രഞ്ജിത്ത്, അതിൻ്റെ ഇളയാള് രേവതി. അങ്ങനെ 3 പേരാണ്. അവർ 3 പേരും ഞാൻ നേരത്തെ ഇവരുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 3 പിള്ളേരും എഞ്ചിനീയേഴ്സാണ്. M.Tech കഴിഞ്ഞ് ഗോൾഡ് മെഡലിസ്റ്റാണ്. അപ്പോൾ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഇതുണ്ട് അത് പറഞ്ഞപ്പോൾ ഒരു അച്ഛന്റെ രോമാഞ്ചം. അച്ഛന്റെ രോദനം മാത്രമല്ല, അച്ഛന്റെ രോമാഞ്ചം ഉണ്ട് കേട്ടോ. നല്ല വീട്, നല്ല കുടുംബം. അപ്പൊ അതിന്റെ ഒരു പ്രതിനിധിയാണ് നിൽക്കുന്നത്. ഈ നല്ല വീട് നല്ല കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോകുന്ന സാധനം. എൻ്റെ വൈഫിന് ഏറ്റവും വലിയ ഇഷ്ടം എന്നറിയാം, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ദീപാരാധന സമയത്ത് ഇരുന്ന് പൂജിക്കുക എന്നുള്ളത്. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. ഇനി എന്ത് വിശേഷമാണ് ഇനി അടുത്ത വിശേഷം സ്വാഭാവികമായിട്ടും പുതിയ സിനിമകളുടെ വിശേഷം. പുതിയ സിനിമകൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 തമിഴ് പടം ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് മോഹൻലാലുമായിട്ട് വീണ്ടും IVCCയുടെ ഒരു ടീം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലേക്ക് നമ്മുടെ ഗോകുലം ചേട്ടനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ലാലുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 4-5 വർഷമായി ഇപ്പോൾ ലാലുമായിട്ട് കോമ്പിനേഷൻ വന്നിട്ട്. ഇപ്പോൾ ഇടയ്ക്ക് മമ്മൂട്ടിയായിട്ടൊരു പടത്തിൽ വന്നു. അപ്പോൾ ലാലുമായിട്ടൊരു കോമ്പിനേഷൻ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു വിശേഷവും അതിൻ്റെ കഥകളും അതിൻ്റെ കഥാപാത്രങ്ങളുമായിട്ട് മനസ്സിലിങ്ങനെ ഈ താലോലിച്ച് നടക്കുകയാണ്. ഇതിൽ പിടിക്കും, ഇങ്ങനെ അടിച്ചാൽ ഇതിൽ പിടിക്കും, ഇങ്ങനെ അതിൻ്റെ താലോലാണ്. അപ്പൊ ഇനി അടുത്ത് അറിയാനുള്ള ഒരു കാര്യം, നമ്മൾ സിനിമയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ലാലേട്ടന്റെ പുതിയ ചിത്രത്തില് അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ അതിനകത്ത് സംശയം, അതിനകത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു വേഷമാണോ? അല്ല, അത് അതിനകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ വരുമ്പോൾ ഓപ്പോസിറ്റ് തീർച്ചയായിട്ടും പണ്ട് നമ്മൾ ചെയ്ത ചില സാധനങ്ങളൊക്കെ വരണം ഇന്ത്യയുടെ അതൊക്കെ ആയിരിക്കും ഓഡിയൻസിന്റെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്റ്റൈലായി. ഏതായാലും ശരി, എന്ത് വേഷമാണല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇന്ന വേഷം ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നും. ഏത് ക്യാരക്ടർ കൈ കിട്ടിയാൽ ആ ക്യാരക്ടർ മനോഹരമായിട്ട് നമ്മൾ അഭിനയിച്ച് കാണിക്കും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നമ്മൾ ചെയ്യുകയും ചെയ്യും. തീർച്ചയായും. താങ്ക് യു ചേട്ടാ. എന്തായാലും ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആരാണ്? എന്റെ വകയിൽ ഒരു അമ്മാവനാണ്. കുറെ സമയമായിട്ട് ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഈ പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടക്കും. കാണാമല്ലോ. മാമാ. മാമൻ? ആ, മാമൻ. അമ്മാവൻ. അമ്മാവൻ. അയ്യോ, സെക്യൂരിറ്റിയാ? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞ. അല്ല, ഞാൻ സെക്യൂരിറ്റി ഒന്നും അല്ല. അങ്ങനെ പറയരുത്. ചേട്ടനും ഇതുപോലെ തന്നെ കാക്കിയൊക്കെ ഇട്ട് തന്നെ അരിമേടിച്ചൊരു മനുഷ്യനല്ലേ. തന്റെ പേര്? MS ഉദയൻ. ഉദയൻ. മഹാ നന്നായി കണ്ടത്. മഹാ നന്നായി. മഹാ ഉഗ്രൻ. നന്നായി കണ്ടത്. അത് പറ. വേഷം എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഇത്? ആരാണ് ആക്ച്വലി? ഇത് ആരാണ്? 2 സ്റ്റാറും മറ്റേ ഇതൊക്കെ വെച്ചിട്ടുള്ള. ഞാനിവിടെ അടുത്ത സ്റ്റേഷനില് അടുത്ത സബ് ഇൻസ്പെക്ടർ. സബ് ഇൻസ്പെക്ടർ എനിക്ക് കിട്ടിയല്ലോ. അത് പറഞ്ഞ എനിക്ക് SI കിട്ടുള്ളൂ. അതെ, സബ് ഇൻസ്പെക്ടർ എന്ന് പറയൂ. പറയൂ, ഒന്നുകൂടെ പറയൂ. സബ് ഇൻസ്പെക്ടർ. മാമ അങ്ങോട്ട് പറ മാമ. നമ്മുടെ സബ് ഇൻസ്പെക്ടർ. ബാർബർ ഷോപ്പ് ഒന്നും പോകാറൊന്നുമില്ല. ഈ മുടിയൊക്കെ എന്താണ് ഇങ്ങനെ ഒരുമാതിരി ഭാഗവതരന്മാരെ പോലെ വളർത്തി തന്നെ ആരാണോ സബ് ഇൻസ്പെക്ടർ ആയിട്ട് എടുത്തത്? അല്ല, അത് ഞങ്ങള്
ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർ, നമ്മളെ ഒരു ഓഫീസർ എന്ന് പറഞ്ഞാൽ അവന്റെ ഡ്രസ്സ് കണ്ടാൽ തന്നെ ഫസ്റ്റ് അപ്പിയറൻസ് ഇസ് ദ ബെസ്റ്റ് അപ്പിയറൻസ്. അവൻ ആ വേഷം ഇട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ അറിയാതെ ഹായ് ഇവൻ സബ് ഇൻസ്പെക്ടർ സബ് ഇയാളുടെ കൂടെ നിന്ന് ഞാനും അത് മറന്നുപോയി. അതാണ് പ്രശ്നം. മുമ്പേ പറഞ്ഞായിരുന്നു കുട്ടിക്ക് സബ് ഇൻസ്പെക്ടർ, എന്താണ് നമ്മളെ സബ് സബ് ഇൻസ്പെക്ടർ. എന്തോ അത് കാണുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. ഇത് ഈ മുടിയും വളർത്തിയ ഒരുമാതിരി എന്തോന്ന് മീശ വെക്കാതെ. ഇത് പഴനി കൊണ്ട് വെട്ടണം. അല്ല അത് വേറെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. മീശയില്ലേ? ഞാൻ മറ്റേ ഇതിന് പോകും. ഏതിന്? പ്രാർത്ഥനക്ക്. പ്രാർത്ഥന? ഇത് പ്രാർത്ഥന മറ്റേ അല്ല മറ്റേ ഓഹോ മറ്റേ അതിൽ പോകാറുണ്ട്. ഓക്കെ. ഹല്ലേലൂയ പാതി സ്തുതിച്ചിടുന്നേ സ്തോത്രം. ഭർത്താവ് സ്തോത്രം കർത്താവേ, സ്തോത്രം. വന്നാൽ തന്നെ ഒന്നും ചെയ്യാറില്ല, ഒന്നും വയ്യാറില്ല. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ പാടിപ്പോ. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഹലോ ഹലോ, ഞാൻ ആ റൂട്ടിലേക്ക് പോയി. ആ റൂട്ടിലേക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ആ റൂട്ടിൽ പോയാലേ എന്താ അതിനൊരു പേര്, എന്തൊക്കെ കിട്ടും അവിടെ? പ്രാർത്ഥനക്ക് പോയല്ലേ? ആ അപ്പവും ഇഷ്ടവും ചില സ്ഥലത്ത് അവല് നനച്ചതും മുഖത്ത് തുപ്പല് തെറിക്കുന്നു. എന്താണ് ഇഷ്ടുവാ? സ്റ്റൂ. എന്താ സ്റ്റൂ. അത് കിട്ടും. പിന്നെ അതിങ്ങനെ ജോലി ഉള്ള വീട്ടുകാരുടെ പോലെ ചിലടത്ത് അവല് നനച്ചതും കട്ടൻ ചായ ആയിരിക്കും. അല്ല നല്ല വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആട്ടിറച്ചിയും ആ ബ്രെഡും ഒക്കെ ഉണ്ടാവും. ആണ് ഇത് മറ്റേ ഇത് അതൊന്നുമില്ല, അത് വേണ്ട. ആഹാരം ഇത് മാത്രം. മതി. നീങ്ങി വെക്കും. താൻ പേടിക്കരുത്. ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല. സബ് ഇൻസ്പെക്ടർ തൊപ്പി വെക്കും തലയിൽ. അതാണ് എൻ്റെ ഭംഗി. ആ. ആഹാ ഇവന്റെ ഇതൊക്കെ പോയാ എംബ്ലൊന്നും ഇല്ല, ചുമ്മാ അല്ല സെക്യൂരിറ്റി. ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ശമ്പളം പോകാതെ ശമ്പളം പോയാലോ? ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ സാറിനെ കാണാൻ വന്ന ഒരു അത്യാവശ്യ കാര്യം. പറയൂ. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആർക്ക്? എനിക്ക് സിനിമയിൽ സിനിമയിൽ അപ്പൊ അത് സാർ ഇപ്പൊ ഈ പോലീസിൽ നിന്നിട്ടാണ് സിനിമയിലേക്ക് പോയത്. അപ്പൊ അതിന്റെ റൂട്ടൊന്നും എനിക്ക് പറഞ്ഞു തന്നെ. സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് മോനെ. എന്താണ്? ചുമ്മാ സിനിമയിലൊന്നും അഭിനയിക്കാൻ ഒക്കില്ല. ഇപ്പൊ ഞാൻ ചോദിക്കാം, ഞാനിപ്പോ ഒരു ആക്ഷൻ എന്നൊരു മഹാഭാവി, നമ്മുടെ ഭാഷയിലെ ആക്ഷൻ അതല്ലേ? ആ ആക്ഷൻ അല്ലടൂ. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്ടർ ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് ആക്ഷൻ എന്ന ആർട്ടിസ്റ്റ് എടുത്ത് പറയും. അപ്പൊ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സാധനം നിങ്ങളുടെ മുഖത്തൂന്ന് ആ ക്യാമറയിലേക്ക് പോകും. മുഖത്തോട് ക്യാമറ കിടുക. ആ മുഖത്ത് നിന്ന് ക്യാമറയിലേക്ക് പോകും. അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. മാമന് ഇതൊന്നും പറ്റൂല. അല്ല, എന്നാലും നമ്മൾ അല്ല ശ്രമിക്കാം. ഒരു കാര്യം വേണ്ട, നമുക്ക് മാമനെ ഇപ്പൊ ഒന്ന് പരീക്ഷിക്കാം. ഇവിടെ വെച്ചാ ഒരു സാധനം ഇപ്പൊ ഞാൻ പറയാം. Okay. അതായത് താങ്കൾ ഒരു പ്രതിയെ പിടിക്കാൻ പോകുന്നു രാത്രി കാലങ്ങളിൽ, പകലുമായിട്ട്. പറ്റില്ല. അപ്പൊ പകല് പകല് പോകുന്ന സമയത്ത് നിങ്ങളെ ആ സ്ഥലത്ത് വെച്ചൊരു പട്ടി കടിക്കും. പട്ടിയാ? ഞാൻ ചോദിക്കട്ടെ, ഓഡിയൻസിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുക, ഈ പേപ്പട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പട്ടിക്ക് പേ പിടിച്ച ആളതിനെ എന്ത് ചെയ്യും? നമ്മൾ പിടിച്ച് കൊണ്ടുവച്ചിട്ട് അതിനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുമോ? അതോ പേ പിടിച്ച ഒരു പട്ടിയെ തല്ലിക്കൊല്ലും? എന്താണ് മിസ്റ്റർ ഉദയൻ്റെ അഭിപ്രായം? ആദ്യം ഒന്ന് കേൾക്കട്ടെ. തല്ലിക്കൊള്ളണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തല്ലിക്കൊള്ളണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഒരു പട്ടി കടിച്ചു. ഓക്കെ. അപ്പൊ പട്ടി കടിച്ചതിന്റെ ഒരു റിയാക്ഷൻ, അതായത് ആക്ഷൻ, റിയാക്ഷൻ അല്ല ആക്ഷൻ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡയറക്ടറാണ്. മോള് പറയുന്നുണ്ട് തൊപ്പി അങ്ങ് തൊപ്പി പിടിച്ചേ. ആ മുടിയൊക്കെ മേപ്പോട്ട് വെച്ച്. ഓക്കെ. അപ്പൊ നിങ്ങളെ പട്ടി കടിച്ചു. പട്ടി കടിച്ചു കഴിയുമ്പോൾ നിങ്ങളിൽ പതുക്കെ പേ ഇളകാൻ തുടങ്ങും. പേ ഇളകുന്ന ആ ഒരു സാധനം നിങ്ങളുടെ മുഖത്ത് നിന്ന് എക്സ്പ്രഷൻ. പട്ടി കടിച്ചെന്ന് സൗണ്ട്. പട്ടി കടിച്ചു. പട്ടി കടിച്ചിട്ട് തുടങ്ങും. കടിച്ചു. പട്ടി കടിച്ചു. അമ്മ അച്ഛല്ലടോ, മുഖത്തു നിന്ന് ആ പട്ടി കടിച്ചതിന്റെ ഒരു സാധനം. അത് ഓരോ സ്റ്റെപ്പുണ്ട്. നിങ്ങൾക്ക് തന്നെ പേടിയാകുന്നില്ല? ഈ വരുന്ന വഴിക്കെങ്ങാനും എന്നെ പട്ടി കടിച്ചു. അല്ല, അപ്പൊ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണ ഇങ്ങനെ ചെയ്യേണ്ടി വരുമോ? അല്ല, എല്ലാ സിനിമയിലും അത് കാണത്തില്ല. ഇല്ല, ഈ സിനിമയിൽ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഫേസിൽ, എൻ്റെ ഫേസിൽ വന്നൊരു എക്സ്പ്രഷൻ അല്ലേ, അതേപോലെ പല രീതിയിലുള്ള എക്സ്പ്രഷൻസ്. ചിരി വരാം, സങ്കടം വരാം, കലക്കറിച്ചിപ്പോ നമ്മൾ അങ്ങനെ വരാം. ഇതൊക്കെ ഞാൻ കാണിച്ചു ഇവിടെ അലമ്പായി പോകും. അപ്പൊ അങ്ങനെ വരാം. പിന്നെ നല്ല ചിരിക്കുന്നു, അങ്ങനെയുള്ള ചിരി വരാം. പിന്നെ നല്ല സ്മൈലിങ് വരാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ സിനിമയിൽ അത് വേണമെന്നില്ല. ഇതിലില്ല. ഇത് ലവ് സ്റ്റോറിയാണോ അതോ ഫാമിലി സെറ്റാണോ? സിനിമയാണ്. സ്വന്തം അമ്മാവൻ തന്നെ.
ഞാൻ ആദ്യം പറഞ്ഞില്ലേ വകേല എന്താണ് സിനിമയാണ്, സംഭവം സിനിമയാണ്. സിനിമയാണ്. നമ്മുടെ ഈ സ്റ്റേഷനിൽ അങ്ങനെ വല്ല റിസ്ക് ഉള്ള പണിയൊന്നുമില്ല. ഇവിടെ കള്ളന്മാരും ഒന്നുമില്ല. വല്ല ചീട്ടുകളിക്കാരാ അങ്ങനെ വല്ല കട്ടകളിക്കാരാ. ചീട്ടുകളിക്കാരെന്ന് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കാലത്തല്ല, ഒരു 1-2 വർഷത്തിന് മുമ്പ് ഒരു വലിയ രസകരമായ സംഭവം. ഞാനന്ന് CA ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ചീട്ടുകളി എന്ന് പറയുന്ന ചില ഏരിയയിൽ, റൂറലായിട്ടുള്ള ഏരിയയിൽ ചീട്ടുകളികളെ പറ്റി ഭയങ്കര പ്രശ്നങ്ങളും അവിടെ തമ്മിൽ ഈ മറ്റേ ചീട്ടുകളിൽ എന്തോട് ഇങ്ങനെ ഇട്ട് കളിക്കുന്ന പട്ടിമലത്തില പന്നിമലം. അപ്പോൾ അതിങ്ങനെ ഓരോ അമ്പലത്തിൻ്റെ സൈഡിലും പള്ളിയുടെ സൈഡിലും വെച്ച് കാശുണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കിട്ടി. ഇൻഫർമേഷൻ അനുസരിച്ച് ഞങ്ങൾ SIയും CA എല്ലാവരും കൂടെ പോലീസുകാരെല്ലാം കൂടെ പോയി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ജീപ്പ് കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ കളിച്ചുകൊണ്ടിരുന്ന 4 പേര് ഇറങ്ങി ഓടി. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ ഓടി, സൈഡിൽ ഇരുന്നവരുടെ കൂട്ടത്തിൽ ഇവരെല്ലാം കൂടെ ഓടി. ചെതറി ഇവർ ഓടി അങ്ങ് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു നിന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചല്ലേ മുദ്രിക്കാനോ, പക്ഷെ അതല്ല. തിരിഞ്ഞു നിന്നിട്ട് ഇതാരും വിവരം ലഭിച്ചോണ്ട് ചേട്ടൻ എന്തോ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടുന്നത്. ഞാൻ പറഞ്ഞു അല്ല, അത് നിങ്ങളിവിടെ ചീട്ട് കളിച്ച് ഇവിടെ പിന്നെ അത് ശരിയല്ലല്ലോ. ചേട്ടൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ പടം ഞാൻ കണ്ടിട്ട് മമ്മൂട്ടിയായിട്ട് എന്തായിരുന്നു ആ മൃഗയിൽ ചേട്ടൻ എന്താ ചെയ്തിരിക്കുന്നത്, മോഹൻലാലുമായിട്ട് ആ പടത്തിൽ എന്താ. ഞാൻ എൻ്റെ സകലത്തും തീർന്നിട്ട് ഞാൻ അവരെ മക്കളെ വന്ന് അടുത്ത് വിളിച്ചിട്ട് അവർ തോളെ കൈയൊക്കെ ഇട്ടിട്ട്, അപ്പം ദൂരെ നിന്ന് പോലീസുകാർ വന്നിട്ട് സാറേ ചുമ്മാരെ തോളെ കൈ എടാ നീ ചുമ്മാരി, നീ ആ ജീപ്പിക്ക് കൊണ്ടുപോവാ. ഉടനെ ആ ജീപ്പ് കൊണ്ട് ഇമാരെല്ലാം കൂടെ അതിനകത്താക്കി ഞാൻ നേരെ ഇവരുമായിട്ട് അങ്ങ് സ്റ്റേഷൻ. ജനമൈത്രി തുടങ്ങുന്നതിന് മുമ്പ് സാർ മൈത്രി ഉണ്ടാക്കി. പക്ഷെ അതിനുള്ള ബുദ്ധിയുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ല, ചേട്ടൻ അത്രയും പറ്റില്ല. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോ ഒരു ചെറിയ ബ്രേക്ക് തരാം 2 പേർക്കും. സാറ് കുറച്ച് സമയത്തേക്ക് അങ്ങോട്ടേക്ക്, മാവൻ എങ്ങോട്ടെങ്കിലും പഴയ ബെഞ്ചില് ബെഞ്ചില് അവിടെ കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭീമൻ രഘുചേട്ടന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും ചിരികളിലേക്കും ഒക്കെ നമുക്ക് തിരിച്ചു വരാം. കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഗസ്റ്റ് സീറ്റിലിരുന്ന് ഇവിടെ ഇനി എന്താ നടക്കാൻ പോകുന്നത് കാണാം. തീർച്ചയായും. താങ്ക് യു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല മനസ്സിലായില്ല. ഈ ലോഹ കണ്ടിട്ടും മനസ്സിലായില്ലേ? കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെയല്ല അച്ഛാ. പിന്നെ എന്താ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? ഒന്ന് വെഞ്ചരിക്കണം. അയ്യോ ഇവിടെ ഇഷ്ടംപോലെ കസേര ഉണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഫ്രണ്ടിലെ കുട്ടികളൊക്കെ മാറ്റാം, അല്ലെങ്കിൽ ഗസ്റ്റ് സീറ്റിലാണെങ്കിലും ഇരിക്കാമല്ലോ. അച്ഛൻ എന്തിനാ ഈ ബെഞ്ചിലൊക്കെ ഇരിക്കുന്നത്? വെഞ്ചരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഒന്ന് വെഞ്ചരിക്കണമെന്നാ പറഞ്ഞത്. ഓ വെഞ്ചരിക്കണം. അല്ല ഇപ്പൊ എന്താ ഇവിടെ ഇപ്പൊ വെഞ്ചരിക്കാൻ? ഇപ്പൊ നമ്മള് ഷോ ഒക്കെ തുടങ്ങി കുറെ നാളായില്ലേ, ഇതൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ? അത് വെഞ്ചരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്ലോറിൽ ഒരുപാട് അനർത്ഥങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വെഞ്ചരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അച്ഛാ. ആര് പറഞ്ഞു നടന്നിട്ടില്ലെന്ന്? ഇന്ന് വരെ ദൈവമേ ദൈവം സഹായിച്ചു ഇവിടെ ഒരു അനർത്ഥം ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്താ പേര്? അശ്വതി. അശ്വതി എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഒരുപാട് അനർത്ഥങ്ങൾ നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും അനർത്ഥങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള വിവരം ആലോചിച്ച് നോക്കിയേ. ഇല്ലല്ലോ. ഇല്ല. എന്റെ അശ്വതി ഇവിടെ ഒരു ദിവസം പരിപാടി നടത്തിക്കൊണ്ടിരുന്നപ്പം അശ്വതിയിൽ ഒരു ബാധ കയറിയത് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ആ 3-ാം നിലയുടെ മണ്ടക്കുന്ന് ഒരുത്തൻ താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഞാൻ ഇവിടെ അറിഞ്ഞു. ഒരു ദിവസം ശരിയാണോ? മറ്റൊരു പരിപാടിക്കിടയിൽ കുറെ സമരക്കാർ വന്ന് നിങ്ങളുടെ പരിപാടി ബ്ലോക്ക് ചെയ്തതായിട്ടുള്ള ചില അനർത്ഥങ്ങൾ ഇവിടെ നടന്നില്ലേ? അതും ശരിയാട്ടാ. ഇതൊക്കെ അനർത്ഥങ്ങളല്ലേ? അപ്പൊ അച്ഛന് ശരിക്കും ജ്ഞാനദൃഷ്ടിയൊക്കെ ഉണ്ടല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരുപാട് അനർത്ഥങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് വെഞ്ചരിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ ജ്ഞാനദൃഷ്ടി ഉള്ളവരെ അധികം കണ്ടിട്ടില്ല. ജ്ഞാനദൃഷ്ടിയുള്ളവരെ അയ്യോ ഇതിന് വലിയ ജ്ഞാനദൃഷ്ടി ഒന്നും വേണ്ട. അതായത് നിങ്ങളുടെ ഈ പൂ ചാനലിന്റെ പരിപാടി ഞാൻ ദിവസവും മുടങ്ങാതെ കാണുന്നുണ്ട്. അതിന് ജ്ഞാനദൃഷ്ടിയുടെ ആവശ്യമുണ്ടോ? ഫ്ലവേഴ്സും ഈ പൂക്കളും എല്ലാം ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ ഞാൻ ഈ ലൂണാസ് തമാശ ഉഗ്രൻ രാത്രിയുടെ എല്ലാ അധ്യായവും ഞാൻ മുടങ്ങാതെ കാണുന്നുണ്ട്. അയ്യോ അച്ഛാ അങ്ങനല്ല. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദൻ ജിമാൻ അങ്ങനെ പറയണം. എല്ലാം ഒന്ന് തന്നെയല്ലേ? നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാനത് മലയാളത്തിലാക്കി എന്നല്ലേ ഉള്ളൂ. എന്നെ പാപ്പിച്ചണ്ട. കപ്പ്യാരുടെ പണി ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് വെഞ്ചരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അതെ ഒന്നും തോന്നരുത്.
അച്ഛനൊരു ലോക പരാജയ. ഏ? ഇടവക്കാർക്കൊന്നും ഇഷ്ടമല്ലെന്ന് അച്ഛനെ. പള്ളിയിൽ നിന്ന് പറഞ്ഞു വിടായിരിക്കുവാ. ശരിക്കും അച്ഛൻ പട്ടം തിരിച്ചു മേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പട്ടോ? ആ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ വെച്ചങ്ങ് തീർത്തേക്കാം. കുഴപ്പമൊന്നുമില്ല. അച്ഛൻ അത് മര്യാദയ്ക്ക് ചെയ്തിട്ട് പൊക്കോളും. അച്ഛന് വെഞ്ചരിക്കാനൊക്കെ അറിയോ? വെഞ്ചിരിക്കാൻ കേട്ടോ അച്ഛാ? എന്തോ? പുള്ളിക്കാരത്തി പറഞ്ഞ കേട്ടോ? എന്തോന്ന്? അച്ഛന് വെഞ്ചിരിക്കാൻ അറിയാവോന്ന്. എനിക്ക് വെഞ്ചരിക്കാൻ അറിയാമെന്നോ? കൈനൂത്തൊരു വെഞ്ചരിപ്പ് അങ്ങോട്ട് വെച്ചു കൊടുത്താ ഉണ്ടല്ലോ, ഇവള് നെഞ്ചു വരിച്ച് ആശുപത്രി പോയി കിടക്കും. അല്ല, പിന്നെ 7-ന്റെ അന്നേ കണ്ണു തുറക്കും, അറിയാലോ. പേടിക്കൊന്നും വേണ്ട. അച്ഛനൊരു തമാശ പറഞ്ഞ അച്ഛൻ ഭയങ്കര തമാശക്കാരനാ. ഇത് തമാശയായിരുന്നോ? ഞാനും അച്ഛൻ എന്തോരം തമാശ പറയാന്നറിയാവോ? ഇന്ന് രാവിലെ അച്ഛനൊരു തമാശ പറഞ്ഞു. ചിരിച്ചെന്നെ പണ്ടോ കൊടലും പുറത്ത് ചാടിപ്പോയി. ഭയങ്കര തമാശയാ. എന്നാ പിന്നെ നമ്മളും കൂടെ കേൾക്കാം. അതാ ഇപ്പൊ ആണെങ്കിൽ നമുക്ക് ഭീമൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇത് കോമഡി സൂപ്പറിന്റെ വേദിയാണ്. തമാശ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സമയമാണ്. അപ്പൊ ആ തമാശ ആരാ അത്? വലിയ സിനിമ നടനാ. ആണോ? നമസ്കാരം. 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 എല്ലാവിധ ആശംസകളും. താങ്ക് യു. എന്താ പേര്? എൻ്റെ പേര് രഘു എന്ന് പറയും. സിനിമയിലല്ലേ എല്ലാവരും ഭീമൻ രഘു എന്ന് അറിയപ്പെടുന്ന ഒരാളാണ്. ഭീമൻ കുഞ്ഞാട്. ഭീമൻ കുഞ്ഞാടല്ല, ഭീമൻ രഘു. അല്ല, ഞാനൊരു വൈദികനല്ലേ, ഞാൻ അങ്ങനെ സംസാരിക്കൂ. കുഞ്ഞാട് വെച്ച സംസാരിക്കുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ കൂടെ നിൽക്കുന്ന കപ്പ്യാര് കുഞ്ഞാടാണോ? അല്ല, മുട്ടനാടാ. കുട്ടനാടാണോ? ഞാൻ തമാശ പറയട്ടെ? വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പറയാ അച്ഛാ. അതെ, വേറൊരു കുഴപ്പമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാലേ ഈ അച്ഛൻ എന്നുള്ള കൺസെപ്റ്റ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പോകും. ഞാൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തമാശ ഓർത്ത് അവർ ചിരിച്ചാലോ, അതുകൊണ്ട് അത് പറയണ്ട. അയ്യോ, എന്നാ വേണ്ട. അല്ല, കുഴപ്പമില്ല, പറഞ്ഞു. അപ്പൊ അത് പ്രശ്നമാവൂല പള്ളിയിൽ. എന്തോ പ്രശ്നമാ? ചിരി ആരോഗ്യത്തിന് നല്ലതല്ലേ, പറഞ്ഞോളൂ. എന്നാ ഞാൻ പറയാം. ഇത് പിടിച്ചേ. രാവിലെ അച്ഛൻ പറഞ്ഞ തമാശയാ. ചിരിച്ചെന്റെ വയറ്റിൽ നിന്ന് കുടലും പണ്ടും പുറത്തി അടിപ്പോയി. ചുങ്കക്കാരനായ ഒരു ദേവസ്യ, ദരിദ്രനായ ഒരു ചാക്കോയും. ചുങ്കക്കാരൻ്റെ ഇന്ന് ദരിദ്രനായ ചാക്കോ ഒരു 30 വെള്ളിക്കാശ് മേടിച്ചു. ആരും ചിരിക്കരുത്. ഇത് തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ ഈ ദേവസ്യ എന്നായെന്നറിയോ? കുറെ ആൾക്കാരെയും വിളിച്ചു കൂട്ടി. ചിരിക്കല്ലേ, ആരും ചിരിക്കല്ലേ, ആരും ഒരു ചെണ്ടക്കാരൻ കൊണ്ട് ഈ ഔസാരത്തിന്റെ വീടിന്റെ ഫ്രണ്ടിലെത്തി ചെണ്ട കൊട്ടി. കിട്ടും 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 ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടും ചില്ലറ 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 കിട്ടും 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 ചില്ലറ ചില്ലറ. ഹലോ, വേണമെങ്കിൽ സിനിമയെ കൊണ്ടിട്ട് അടിച്ചോ, ട്രൈ ചെയ്യാം. വേണ്ട വേണ്ട. ഇനി വേണം എനിക്ക് നിങ്ങളുടെ ഈ കോമഡി സിനിമയെ കൊണ്ട് അടിച്ചിട്ട് ഞാൻ വീട്ടിൽ ഈച്ച അടിച്ചോണ്ടിരിക്കേണ്ട ഗതികേട് വരും. ഞാൻ അന്നേരം അച്ഛനോട് പറഞ്ഞ ഈ കോമഡി ഇവിടെ ഏക്കിയല്ലെന്ന്. കാൽമടക്ക് ഒരൊറ്റ കയറ്റിയാൻ വെച്ചേരും കേട്ടോ. എനിക്കും കാലുണ്ടെന്ന് ഓർത്തോണം. അപ്പൊ താൻ എന്നെ കാൽമടക്ക് തിരിച്ചു ചെല്ലാൻ പോകണം. തിരിച്ചു ചെല്ലുന്നല്ല, അച്ഛൻ തൊഴിക്കാൻ വരുമ്പോ ഞാൻ ഈ കാലും പുറത്തോണ്ട് ഓടുന്നാ പറഞ്ഞു. അതുകൊള്ളാം. ഇവിടെ നമ്മൾ എന്തിനാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത്? വെഞ്ചരിക്കാൻ വന്നാണോ? ഇതൊരു പ്രതിഭയായിരിക്കുന്ന ഒരു നടനാ, വലിയൊരു നടനായിരിക്കുന്നേ. അത് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കാം. അതെന്തിനാ? പെരുന്നാളിന് ഞാനൊരു നാടകം ഡയറക്റ്റ് ചെയ്യുന്നില്ലേ, അതിൽ ചെറിയൊരു വേഷം കൊടുക്കാം. ബൈബിൾ നാടകത്തില്? അതില്. അതെ, ഒന്നിങ്ങ് വരാവോ? എന്താ കാര്യം? വലിയ നടനല്ലേ? അച്ഛനൊരു നാടകം സംവിധാനം ചെയ്യുന്നുണ്ട്, ബൈബിൾ നാടകം. ഓ, അത് ശരി. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞോ? ഒന്ന് വന്ന് വേദിയിലേക്ക്. ഇന്നെന്താ വരാമല്ലോ. നമസ്കാരം. നമസ്കാരം. അപ്പോഴേ ഈ പെരുന്നാളിന് ഞാൻ പള്ളിയിൽ ഒരു നാടകം സംവിധാനം ചെയ്യുന്നുണ്ട്. നാടകം ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. വലിയ നടനാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞറിഞ്ഞു. ആയിക്കോട്ടെ. അതുകൊണ്ട് അതിലൊരു വേഷം ചെയ്യണം. ചെയ്യാമല്ലോ. എന്ത് വേഷമാണ് ചെയ്യേണ്ടത്? അതായത് കർത്താവിന്റെ അപ്പോൾസറി ആയിട്ടുള്ള ഒരാളുടെ വേഷം ചെയ്യണം. അപ്പോൾസറി എന്നൊക്കെ പണ്ട് ഇതൊന്നും ഇല്ലല്ലോ. കർത്താവിനോട് അപ്പോൾസറി. അയ്യേ, അപ്പോൾസറി എന്നല്ല പറഞ്ഞത്, കർത്താവിന്റെ അപ്പോസ്തലന്മാരിലായ ഒരാളായിട്ടുള്ള ഒരു വേഷം ചെയ്യണം. എനിക്ക് എന്താ അറിയോ, എനിക്ക് അങ്ങനെയുള്ള അതൊരു വലിയ വേഷമല്ലേ? വലിയ വേഷമാണ്. പക്ഷെ എനിക്ക് അതൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ എവിടെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രം. അയ്യോ, അങ്ങനെ പറയുന്നത് വലിയൊരു നടനല്ലേ, ചെറിയ വേഷം ചെയ്ത് ഒതുങ്ങേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് കുഴപ്പമില്ല. എനിക്ക് ഈ ചെറിയ യേശു ക്രിസ്തുവിന്റെ വേഷവും വേഷം കിട്ടിയാൽ കുഞ്ഞിനെ കണ്ടപ്പോ തന്നെ എനിക്ക് പറയാൻ തോന്നിയതാ,
ഇനി വന്നേ, ഒന്ന് കുമ്പസരിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എന്തിനാ കുമ്പസരിക്കുന്നത്? ഒരുപാടുകൾ തെറ്റുകൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തെറ്റുകൾ ചെയ്തു? ഞാൻ തെറ്റും ചെയ്തിട്ടില്ല അച്ചോ. തെറ്റ് ചെയ്തിട്ടുണ്ട് പറയണോ? ഒന്ന് പറഞ്ഞോട്ടെ. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ നടപൊട്ട് അങ്ങ് കോട്ട മൈതാനം വരെ ഒരു പാവം പിടിച്ച പയ്യനെ ഓടിച്ചിട്ട് തല്ലിയതായി മനസ്സിലായി. അത് തെറ്റല്ലയോ അച്ചോ? അതിന് വേണമെങ്കിൽ ഞാൻ കുമ്പസരിക്കാം അച്ചോ. വേറെ നിവർത്തിയില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. കുമ്പസരിക്കണം. പാപങ്ങളെല്ലാം കളയണം. എന്നിട്ട് നല്ല മനുഷ്യനായിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ. തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും എനിക്കൊരു കാര്യം, ഈ മനുഷ്യനെ നിർത്തിക്കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതെന്താണ് അച്ചോ? ഈ മനുഷ്യൻ മരണത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി സംസാരിച്ചിട്ടുള്ള മലയാള സിനിമയിൽ ഉള്ള വേറൊരാളില്ല എന്നാണ്. മരണത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളത്? വളരെ മഹനീയമായിട്ടാണ് മരണത്തെക്കുറിച്ച് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഓർമ്മയില്ല? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോ. മരണം മരണം മിസ്റ്റർ ഇന്ദുചൂടൻ. ഓർമ്മയില്ലേ? മറന്നുപോയോ അത്? എന്റെ പൊല്ലച്ചു, അത് മരണം മരണം മിസ്റ്റർ ഇഞ്ചൂടനല്ല, മരണം മിസ്റ്റർ ഇഞ്ചൂടൻ. നാളെ കുറെ ആടാ കല്യാണ കാലിന്റെ കയപ്പൊക്കെ തീർന്നിട്ട് അതായിരുന്നില്ലേ? അതാണ് സാധനം. എന്റെ പൊല്ലച്ചു, അതൊക്കെ പോട്ടെ. എനിക്ക് ആ ചെറിയ വേഷം, ആ യേശു ക്രിസ്തുവിന്റെ വേഷം ചെറിയതല്ലേ? അതെ, യേശു ക്രിസ്തുവിന്റെ വേഷമേ തൽക്കാലം ഈ ശരീരത്തിന് തരാൻ പറ്റില്ല. അതെന്താണ്? അതായത് ഈ ശരീരത്തിന് പറ്റിയ കുരിശ് തപ്പിപ്പോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് വേറെ വല്ല വേഷം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഇത് രണ്ടും ഇല്ലെങ്കിലേ അപ്പൊ നല്ല പാട്ട് സീൻ കാണുമല്ലോ. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ ഇതിനകത്തൊക്കെ ഒരുപാട് നല്ല സീൻ. ഇപ്പൊ ഈ എന്താ പറയുന്നത്, ഈ വില്ലേജ് അറ്റ്മോസ്ഫിയറിലായിരിക്കുമല്ലോ ഷൂട്ടിംഗ് ഒക്കെ. തീർച്ചയായിട്ടും. വില്ലേജ് അറ്റ്മോസ്ഫിയർ വരുമ്പോഴത്തേക്കും അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരും അവരുടെ ജോലിയും അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ടൗണിൽ പോകുന്നതും അവിടുന്ന് തിരിച്ചു വന്ന് അല്ലേ, ഈ സന്തോഷകരമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ അച്ചോ എനിക്ക് ഒരു പാട്ട് സീൻ ചെയ്യാനാണ് താല്പര്യം. എനിക്ക് താല്പര്യമുണ്ട് അച്ചോ. നേരത്തെ ചെയ്തിട്ടുണ്ടോ? കൊള്ളാം. നമ്മൾ ചെയ്യാത്ത പാട്ടുണ്ടോ അച്ചോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണം അച്ചോ. അതിനു മുമ്പ് ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. ഏത് ടൈപ്പ് പാട്ടാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നല്ല രസകരമായ, കുഞ്ഞിന് ഇഷ്ടമുള്ള, കുഞ്ഞിന് വഴങ്ങി കിടക്കുന്ന പാട്ട് പാടി. ഓക്കെ, അതൊക്കെ പറയാം. വാ 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 വേം വാ വാ. കൊമ്പിൽ കീലക്കും കെട്ടി ഉള്ളൊലിഞ്ഞ പത്തുരുട്ടി ദൂരം വെച്ച കുഞ്ഞിക്കുളം പഠിച്ചോരിക്കാനാടെ മരിക്കാറ്. കീലക്കും കെട്ടി ഉള്ളൊലിഞ്ഞ പന്തുരുട്ടി നാടൻ വെച്ച കുഞ്ഞിക്കുളം പഠിച്ചോരിക്കാനാടെ മരിക്കാറ്. വിളക്കും വച്ച് കല്ലിപ്പൂള്ളൊരുത്തി കൂരയൊരു കൂരയിൽ എന്നെയും തേടി തിളങ്ങിരുപ്പാണ്. നന്നായിട്ടുണ്ട്. പാട്ട് സീൻ. പിന്നെ അതുപോലെ യേശു ക്രിസ്തു ഇങ്ങനെ കുരിശെടുത്തിട്ട് പോകുമ്പോ ഒരു പാട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് പറ്റിയ കുരിശ് ഞങ്ങൾക്ക് കിട്ടാനില്ലെന്ന്. ഭയങ്കര ആഗ്രഹം. അത് നമുക്ക് വേറൊരു അടുത്ത വർഷത്തെ ഒരു നാടകത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. നന്നായിട്ട് നേരം പോയിട്ടുണ്ട്. അവിടെ പോയിരുന്നു. കപ്പ്യാരുടെ നമ്പർ കൊടുത്തേരെ, ഞാൻ ക്യാമ്പ് ആകുമ്പോ അറിയിച്ചേക്കാം. എപ്പോഴും ഒന്ന് ആനാവെള്ളം തെളിച്ചു. ഓക്കെ മോളെ, താങ്ക് യു. താങ്ക് യു. സന്തോഷമായിട്ടുണ്ട് പുള്ളിക്ക്. നന്നായിട്ടുണ്ട്. ഇഷ്ടമായിട്ടാണ് അപ്പോൾ പുള്ളി പോയിരിക്കുന്നത്. അതിന് അച്ഛൻ സംസാര രീതി ഒന്ന് മാറ്റിയത്. അല്ല ഇപ്പൊ എന്നൊക്കെ പറഞ്ഞു ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞല്ലേ? കപ്പ്യാർക്ക് അറിയാമല്ലോ, ഞാൻ നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ഈ ഇറച്ചി മീനും തിന്നാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ മതം മാറി ഈ അച്ചപ്പണ്ടം എടുത്തത്. ശരി, അച്ഛൻ പട്ടം എടുത്തിട്ടുണ്ട്. പട്ടം പറപ്പിച്ചിട്ടുണ്ട്. തനിക്കെന്താ കുഴപ്പമുണ്ടോ? കപ്പ്യാരെ, എന്തോ ആ വെഞ്ചരിപ്പിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാം. തുടങ്ങാം. ഓക്കെ. മഴ പെയ്യുന്നു താളത്തിൽ ഉഞ്ചാപ്പാടം വെള്ളത്തിൽ തവളകൾ തങ്ങളുടെ മാളത്തിൽ പേക്രോം പേക്രോം പാടും. എന്താ പാട്ടായി പാടുന്നത്? ഇതാരുടെ ഈ കളിക്കുടുക്ക ഇതിനകത്ത് കൊണ്ടുവച്ചത്? എന്തോ പരിപാടിയായിരുന്നു പറഞ്ഞു. കളിക്കുടുക്ക അത് എന്റെ കൊച്ചിന്റെ കളിക്കുടുക്ക. ഞാൻ രാവിലെ ഇത് എടുത്തു വെച്ചാൽ മറന്നുപോയി എടുത്തു. അതൊക്കെയാണോ ഇതിനകത്ത് കൊണ്ടുവെക്കുന്നത്? വെഞ്ചരിപ്പ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്.
കഴിഞ്ഞല്ലേ? അപ്പൊ ഞാൻ അകത്ത് പോയി അകത്തെ റൂമൊക്കെ ഒന്ന് വെഞ്ചരിച്ചിട്ട് വരാം. ആ ഒന്നും പേടിക്കാനല്ല, ഇനി ഇങ്ങോട്ട് ഒരു ദോഷം ഉണ്ടാവില്ല. പൈശാചിക ശക്തി വരത്തില്ല. ഇല്ല, ഇതിലും വലുത് എന്ത് വരാനാ? ഞങ്ങളുടെ അച്ഛനെ കണ്ടോ? ഏ? അച്ഛനെ കണ്ടോ? അച്ഛനെ അമ്മയൊക്കെ അന്വേഷിച്ചു വരാനേ, ഇത് സീരിയലിന്റെ ലൊക്കേഷൻ അല്ല ചേട്ടാ. അച്ഛനല്ല, പിന്നെ വികാരി അച്ഛൻ. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? വികാരം എന്ന് പറയുമ്പോ ഇടയ്ക്ക് ഉമ്മറ് കയറി വരുന്നതാ. ആ വികാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഒരു വികാരവും ഇല്ലാത്തൊരു അച്ഛനെ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടായിരുന്നു. ആ അച്ഛനെ ഞങ്ങളുടെ ഇടവേള അച്ഛനാ. ഞാൻ അവിടുത്തെ ട്രസ്റ്റിയാന്ന്. ട്രസ്റ്റിയോ? ട്രസ്റ്റി ആ വന്നിരിക്കുന്നു. ഇതെന്നെ ഇവിടെ ഇങ്ങോട്ട് പോകുന്നത് എന്താ? ഓ, നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടോ എന്റെ കപ്പിയാരെ? അവിടെ ഇന്ന് അവരുടെ മനസ്സമ്മതം നടത്തണ്ടല്ലായിരുന്നോ? അതിന് അവരെ പള്ളിക്കൊണ്ടോ നിർത്തി ഇങ്ങോട്ട് എന്തിനു കൊണ്ടുവന്നു? ചേട്ടാ, ഇവിടെ നിന്ന് രാവിലെ ചെറുക്കന്റെ പെണ്ണിന്റെ ആൾക്കാരും കൂട്ടും എല്ലാം അവിടെ വന്നു. അവിടെ കപ്പ്യാരുമില്ല, കത്തനാരുമില്ല, ഒരു മണി മാത്രം കെട്ടി തൂക്കിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ട കാര്യം എന്തുവാ? ഞങ്ങൾ ഇവിടെ വെഞ്ചരിക്കാണ്ട് വന്നതല്ലേ. ഈ വെഞ്ചരിച്ചൊക്കെ സഞ്ചരിച്ച് നടന്ന് വെഞ്ചരിക്കുന്ന കാര്യം നിങ്ങൾക്കുണ്ടോ എന്റെ കപ്പ്യാരെ? അച്ഛനെ വിളിക്ക്. അച്ഛനെ വിളിച്ച് എന്തിനാണ് അച്ഛനെ വിളിക്കണേ? മനസ്സമ്മതം നടത്തണമെന്ന്. ഈ ഫ്ലോറി വെച്ചോ? പിന്നല്ലാതെ ഫ്ലോറി വെച്ചൊന്നും മനസ്സമ്മതം നടത്താൻ പറ്റത്തില്ല. അത് പറ്റില്ല. അതൊക്കെ പള്ളി വെച്ച്. പിന്നല്ലേ? അച്ഛനെ വിളിച്ചു, ഞാൻ സംസാരിച്ചു നോക്കാം. അച്ഛോ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? എന്താ ഇവിടെ പ്രശ്നം? ഒരു പണി കാണിച്ചേക്കണ കണ്ടോ? എന്തോന്ന്? അവിടെ പള്ളിയിൽ മനസ്സമ്മതത്തിന് വന്ന രണ്ടുപേരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കുവാ. ഇവിടെ വെച്ച് മനസ്സമ്മതം നടത്താനായിട്ട്. എനിക്ക് സമ്മതമല്ല. സമ്മതമല്ലെന്ന് പറയാൻ അച്ഛനാണോ ഈ പെണ്ണിനെ കെട്ടുന്നത്? അച്ഛനാണോ കല്യാണം കഴിക്കുന്നത്? അതല്ല പറഞ്ഞത്. ഇവിടെ വെച്ച് മനസ്സമ്മതം നടത്താൻ എനിക്ക് സമ്മതമല്ലെന്ന്. അതല്ല, നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പള്ളിയിലോട്ട് വരത്തില്ലായിരുന്നോ? എന്റെ അച്ഛ പള്ളിക്കാർ അവിടെ ഇടവക്കാരെല്ലാം കൂടെ കലിച്ച് നിൽക്കുക. ഒന്നാമത് തന്നെ ആ ഇടവകയെന്ന് പോകാനായിട്ട് കുറെ ആൾക്കാർ ശ്രമിച്ചോണ്ടിരിക്കുക. ഇനി ഇതുകൂടെ കേട്ടാൽ മതി പോകാൻ. ഇവന്റെയൊക്കെ അപ്പനും അമ്മയൊന്നും കൂടെ വന്നില്ലയോ? അവരൊക്കെ അവിടെ ഭക്ഷണം കഴിക്കുന്നിടത്തല്ലയോ? ഭക്ഷണം കഴിക്കുന്നിടത്ത്. അതെന്തിന്? ഇറച്ചി മീന്റെ മണം അടിച്ചപ്പോ എനിക്ക് ഒന്നാമത്തെ പന്തി കേരളം പറഞ്ഞ ചെറുക്കൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഗ്രില്ലേ തൂങ്ങിക്കൊണ്ടിരിക്കുക. ഇവനെ ഈ ഇടവകയിലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഇടവകയിലുള്ളതാണോ? ഇടവക ഉള്ളതാണെന്ന് അറിയത്തില്ല. സ്കൂൾ വിടുമ്പോ പല ഇടവഴികളിൽ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഇതിന്? പെണ്ണുങ്ങളെ കാണാനായിട്ട് പള്ളിയിലൊക്കെ വരുന്നവരാന്ന് തോന്നുന്നു. നീ പള്ളിയിലൊക്കെ വന്നു. ഞാൻ കണ്ടിട്ടില്ലല്ലോ നിന്നെ. പള്ളി കണ്ടിട്ടില്ലല്ലോ. ഞാൻ പെരുന്നാളിലൊക്കെ വന്നിട്ടില്ലേ? ആ ആണ്ടി നടക്കുന്ന പെരുന്നാളിലല്ലേ വന്നോളൂ. പെരുന്നാളിന് വന്നിട്ട് പോയ ആര് കാണാൻ? എന്തായാലും അച്ഛൻ നല്ല ദൈവഭയമുള്ള ചെറുക്കനാ കേട്ടോ. എന്നിട്ട് ഒറ്റ ദിവസം കുർബാനയ്ക്ക് നിന്നെ ഞാൻ അവിടെ കാണാറില്ലല്ലോ. ഭയമുള്ളടത്തോട്ട് ആരെങ്കിലും വരുവോ? ഞാൻ മനസ്സമാധാനമൊക്കെ നടത്തി വിടാം. മനസ്സമ്മതമൊക്കെ നടത്തി വിടാം. പക്ഷേ ഞായറാഴ്ച തൊട്ടും ഇത് ദിവ്യബലിക്ക് അങ്ങ് എത്തിയേക്കണം പള്ളിയിൽ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ. എനിക്ക് വരാൻ പറ്റത്തില്ല അച്ഛൻ. അതെന്താ? ഞാൻ ബാഹുബലി കാണാൻ പോകും. ബാഹുബലിയോ? അതേത് പള്ളിയില്? പള്ളിയിലല്ല അച്ഛാ, അത് സിനിമാ തിയേറ്ററില്. ദിവ്യബലി എല്ലാ ആഴ്ചയിലും ഉണ്ടല്ലോ. അത് നിങ്ങളങ്ങ് നടത്തിയാൽ മതി. ഞാൻ ബാഹുബലിക്കും. ഇങ്ങനൊക്കെ ഉള്ളവരൊക്കെയാണോ വിളിച്ച് ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ വെച്ച് അങ്ങനെ ചെയ്ത് വിട്. ഇവിടെ വെച്ചോ? അല്ല, എനിക്ക് എവിടെ സഭയിൽ ചോദ്യം വരുമെന്ന് എനിക്ക് ആരും അറിയണ്ട. ഇവിടെ വെച്ച് മനസ്സമ്മതം ചെയ്താൽ വിട്ടാൽ മതി. മനസ്സമ്മതം വിട്ടാൽ മതി, കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെയൊക്കെ നിർബന്ധം അങ്ങനാണെങ്കിൽ ഞാൻ ചെയ്ത് വിടാം. ഇങ്ങോട്ട് മാർത്തിക്ക്. എന്താ അച്ഛൻ്റെ അമ്മയുടെ പേരെന്തുവായിരുന്നു? എന്റെ പേര് മോനച്ചൻ. അച്ഛന്റെ പേര് അച്ഛന്റെ പേരും അറിയത്തില്ല. ഇവനെയൊക്കെ ഞാൻ എങ്ങനെയാണ് മേടയിൽ ഇട്ടിച്ചൻ. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അമ്മയ്ക്കറിയാവോ ഈ പേര്? എന്നാണെന്ന് ആരാ പറഞ്ഞു തന്നു? അന്നമ്മ. കഷ്ടമാ കേട്ടോ. കർത്താവേ, ഈ പാപികളുടെ നിന്നെ അങ്ങ് വിടിവിക്കണേ. അച്ഛനെ വെടിവെക്കണമെന്നോ? അതല്ല പറഞ്ഞത്. ഈ നിന്റെയൊക്കെ ഇടയിൽ നിന്നെ അങ്ങ് വിടിവിക്കണേന്നാ പറഞ്ഞത്. മേടയിൽ ഇട്ടച്ചന്റെ മകൻ, ഇട്ടിച്ചന്റെ അന്നമ്മയുടെ മകൻ. മേടയിൽ ഇട്ടിച്ചന്റെയും അന്നമ്മയുടെയും മകൻ തേനീച്ച. എന്നെ കൂടെ തെറ്റിക്കുവാണല്ലോ. അപ്പം മോൻ അച്ഛനാണ്. അപ്പൊ അച്ഛനായിട്ടുള്ള നീയാണ് ഇവിടെ പെണ്ണ് കെട്ടാൻ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരോട് ജയിലിക്ക് എന്തത്? മോനച്ചൻ എന്റെ പേരാ. അത് ആണോ? ഞാൻ അച്ഛനൊന്നും അല്ല. എന്റെ പേര് മോനച്ചൻ. അല്ലേ? മോടെ പേരെന്താ? വെറോണിക്ക. ആ, അപ്പൊ മോനച്ചന്റെ വിവാഹത്തിന് വിറവണക്കാൻ സമ്മതമാണോ? അതല്ല, ഈ മോനച്ചന് വെറോണിക്കയെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ഒന്ന് ആലോചിക്കണം. എടുപിടി എന്നൊക്കെ പറഞ്ഞാ അങ്ങനെ ശരിയാവും. എടാ, നിങ്ങളിത് ആലോചിച്ചിട്ടല്ലേ ഇവിടെ വന്നത്? നിങ്ങളുടെ മനസ്സമ്മതത്തിന് വന്നതാണോ? അതെ. പിന്നെ നിനക്കൊന്ന് ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞ ഇതെന്തോ ഇത് കുഴപ്പം? അവന്റെ സമ്മതം നോക്കണ്ട, പെണ്ണിനോടൊന്നും ചോദിക്കും സമ്മതമാണോ. എന്നോട് ചോദിച്ചാൽ മതി. ഇവനെ അങ്ങനെ പിടിച്ചു കെട്ടിയാലും കെട്ടിക്കാം. എന്നോട് ചോദിക്കും. എന്താ പേര്? അമ്മയുടെ പേരെന്താ? കുരിശിങ്കൽ ശോശമ്മയുടെ മോളല്ലേ? അല്ലല്ലോ, ഏലിയമ്മയുടെ മോളാ. ഏലിയാമ്മയുടെയും ജോർജ് കുട്ടിയുടെയും മകളായിട്ടുള്ള വെറോണിക്കയെ വിവാഹം കഴിക്കാൻ മോനച്ചന് സമ്മതമാണോ? മോനച്ചന് അതാണല്ലോ. ഒന്നുകൂടെ പറയാം. ഈ നിൽക്കുന്ന മോനച്ചനെ കല്യാണം കഴിക്കാൻ കൊച്ചിന് സമ്മതമാണോ? അത് പിന്നെ അച്ഛോ,
ഒരു മിനിറ്റ് അച്ഛൻ, എനിക്ക് ഒരാളോട് സമ്മതം ചോദിക്കാനുണ്ടായിരുന്നു. വേണ്ട, അതിനും സമ്മതം ചോദിക്കണമെന്ന്. ഇത് അച്ഛാ അതെന്താന്നറിയാ എന്തോ ഇത് എന്ത് പാടും ഇങ്ങനെ? നിങ്ങൾ ഇതൊന്നും ആലോചിക്കാതാണ് ഇവിടെ വന്നത്. അതെ, ഞാൻ വേറെ പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്. ആര്? ഞാൻ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മനസ്സമ്മതത്തിൽ തയ്യാറായത്. എന്നാ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോടാ. അതിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന്, ഫോണിക്കട മാത്രമുള്ള ഒരു ബന്ധമേ ഉള്ളൂ. നീ ആ പെണ്ണിനെ കണ്ടിട്ടില്ല? ഇല്ല, പക്ഷെ ഭയങ്കര പ്രേമമാണ് ഞങ്ങൾ തമ്മിൽ. ഐശ്വര്യയോട് വിട്ടിരിക്കുന്ന പെണ്ണ. നീ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നീ അറിഞ്ഞു? അത് എന്നോട് പറഞ്ഞു 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 ഐശ്വര്യ റായിയുടെ കൂട്ടിരിക്കുന്ന പെണ്ണാണ്. അത് പറഞ്ഞു. നിന്നെ അവൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, എന്നെ കണ്ടിട്ടില്ല. ആ, അതാ ഇത്ര നാൾ വന്നത്, അല്ലെങ്കിൽ അന്നേ ഇട്ടേച്ച് പോയത്. എന്തായാലും ചെയ്യും, ഒന്ന് വിളിച്ചു ചോദിക്കുക, എന്തായാലും ചെയ്യും. ഞാനിത് എന്തോ ചെയ്യണം ഇവിടെ നിന്നിട്ട്? പഠിച്ചതല്ല എന്തോ. എനിക്കൊരു പ്രേമമുണ്ട് അച്ഛാ, ഞാൻ ഒന്ന് വിളിച്ച് ചോദിച്ചോട്ടെ? ഇയാൾക്കും പ്രേമമുണ്ടോ? പിന്നെ എന്തിനായി കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് വന്ന് എന്നെ ദ്രോഹിക്കാനോ? ചോദിക്കാം, എവിടാന്ന് വെച്ചാ പോയി ചോദിക്കാം. എന്തായാലും ഒന്ന് വിളിക്കട്ടെ, ചെപ്പ റെഡിയാക്കാം. ഹലോ ഹലോ ഹലോ, ഷാരൂഖ് ഖാന്റെ പോലെ ഇരിക്കുന്ന ചേട്ടനാണോ? അതെ, ഐശ്വര്യയുടെ പോലിരിക്കുന്ന കുട്ടിയല്ലേ? അതെ. ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാമെന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. ആണോ? അതെ, വല്ലാത്തൊരു പ്രശ്നത്തിരിക്കുകയാണ്. എന്താ ഇങ്ങോട്ട് വിളിച്ചത്? അത് പിന്നെ ചേട്ടൻ ഒരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുക. എന്താ പ്രശ്നം? ചേട്ടാ, ഇന്ന് എന്റെ മനസ്സമ്മതം ചേട്ടാ. ഇത് അത് തന്നെ എനിക്ക് സംഭവിക്കും. ഇന്ന് എന്റെ മനസ്സമ്മതമാണ്. ആണോ? അതെ. പിന്നെ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എനിക്കിഷ്ടോ ചേട്ടനെ. ആണല്ലോ, എനിക്കത് മതി. അപ്പോഴേ ഇന്ന് മനസ്സമ്മതത്തിന് വന്നേക്കുന്ന ആ പെൺകുട്ടിയോട് ഒന്ന് സംസാരിക്കുമോ? ഞാൻ ഫോൺ കൊടുക്കാം ആ പെൺകുട്ടിയുടെ. ചേട്ടനൊന്ന് സംസാരിക്കാമോ ആ പയ്യനോട്? ഞാൻ സംസാരിക്കാം. കൊടുക്കും, ഫോൺ കൊടുക്കും. കൊടുക്കാം ചേട്ടാ, ഒരു മിനിറ്റ്. ഓക്കെ, ഒന്ന് സംസാരിക്കാമോ? ഞാൻ സ്നേഹിക്കുന്ന പയ്യനെ ഒന്ന് സംസാരിക്കാമോ? ആണോ? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് സംസാരിക്കും. ആണോ? ഹലോ ഹലോ. അതെ, അത് പിന്നെ എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ പെൺകുട്ടി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ചേട്ടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം. ഹലോ, ഇവിടെ ഐശ്വര്യ റോയ്? അതെ. ഷാരൂഖ് ഖാൻ? ഷാരൂഖ് ഖാൻ? അച്ചോ, ഞങ്ങൾക്ക് മനസ്സമ്മതത്തിന് താല്പര്യം അടച്ചാ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഐശ്വര്യ റായി പോലിരിക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ആ പെൺകുട്ടിയാണ് ചെയ്തത്. ആ പെൺകുട്ടിയാണിത്. അപ്പൊ നീയാണോ ഷാരൂഖ് ഖാൻ? എന്താണ് ഷാരൂഖ് ഖാന്റെ ഐശ്വര്യ റായിയുടെ തീരുമാനം? ഞങ്ങൾക്ക് ഇഷ്ടമാണ് അച്ചു, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ മനസ്സമ്മതം നടത്തി തരണം അച്ചു. എനിക്ക് സമ്മതമല്ല. അതെന്താ? എന്താ ഈ പറഞ്ഞേ? എനിക്ക് സമ്മതമല്ല. അത് നടത്തി കൊടുക്കച്ചാ. ഈ ഷാരൂഖ് ഖാന്റെ ഐശ്വര്യ റായിയുടെയും 2 മാസത്തിൽപ്പെട്ട ആൾക്കാരാണോ? അതെ. അവരുടെ മനസ്സമ്മതം നടത്തിയിട്ട് വേണം പള്ളിക്കാരും പട്ടാക്കാരും എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ. എനിക്കിതിനകത്ത് താല്പര്യമില്ല. പോയിടാ, ഇറങ്ങി വിടുന്നു. ആൾക്കാർ വന്നിരിക്കുന്നു. അപ്പയാരെ വെഞ്ചരിക്കാൻ വന്ന ഞാനിപ്പോ നെഞ്ചരിച്ച് നിൽക്കുവാണല്ലോ എന്റെ കർത്താവേ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജിമാർട്ട്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജിമാർട്ട്. വൺസ് അഗൈൻ ചേട്ടൻ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാനല്ല പറയാൻ പോകുന്നത്, ഞാനല്ല ചോദിക്കാനും പോകുന്നത്. അയ്യോ, പിന്നെ ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ടല്ലോ, ശരി. ചേട്ടന് മുന്നിൽ ഒത്തു കിട്ടിയൊരു സമയല്ലേ. അപ്പോ ഇനിയുള്ള ചാൻസ് അവർക്കാണ്. ഓഡിയൻസിന് ആർക്കെങ്കിലും ഈ ഭൂമിക്ക് അല്ല ആകാശത്തിന് താഴെയുള്ള എന്തിനെ കുറിച്ച് ചോദിക്കാം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അതിപ്പോ സിനിമയെ കുറിച്ചാവാം, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ മറ്റെന്തിനെ കുറിച്ച് ആവാം, പേഴ്സണൽ ലൈഫിനെ കുറിച്ചാവാം. നിങ്ങൾക്ക് എന്തും ചോദിക്കാനുള്ളൊരു ഫ്രീഡം നമ്മൾ തന്നിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും. ആർക്കാണ് ക്വസ്റ്റൻ ഉള്ളത്? നമ്മുടെ മിസ്സിന് തന്നെയാണ് ഒരു ക്വസ്റ്റൻ ചോദിക്കാനുള്ളത്. ചോദിച്ചോളൂ. ഇപ്പോ കേരളത്തിൽ ഇപ്പം ഹിറ്റായിട്ടുള്ളൊരു പടം ഉണ്ടല്ലോ, പ്രേമം. അപ്പോൾ പ്രേമത്തില് നമ്മുടെ നായകൻ നിവിൻ പോളിയാണ് അല്ലേ? അപ്പൊ സാറിനെയാണ് പ്രേമത്തിലെ നായകനായിട്ട് സെലക്ട് ചെയ്തിരുന്നുവെങ്കിൽ, അഭിനയിക്കാൻ വന്നിരുന്നുവെങ്കിൽ അവിടെ 3 നായികമാരെ നമ്മൾ കാണുന്നുണ്ട്. സാറായിരുന്നു എങ്കിൽ ഏത് നായികമാരെ ഈ 3 ക്യാരക്ടറിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യും? മേരിയായിട്ടും മലറായിട്ടും സെലിനായിട്ടും. ഉർവശി, മേനക, രംഭ. എന്തുകൊണ്ടാണ് ഇവരെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം? കാരണം നല്ല വടിവത്തെ ശരീരമുള്ള ഉർവശി, മേനക, രംഭ ഇരിക്കുമ്പോ ഇവൾമാരെ നമ്മള് കേറ്റുവോ? അല്ലേ? പിന്നെ അതിനൊക്കെ ആർക്ക് വേണം? ഉർവശി, മേനക, രംഭ. അതുകൊണ്ട് വരുമ്പോഴത്തേക്കും ഞാനും ഉർവശി, മേനക, രംഭ ആയിരുന്നെങ്കിൽ ഈ പടം ഉണ്ടല്ലോ
ഒരു 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 പതിറ്റാണ്ട് കാലം ഓടിയാനേ നിക്കാതെ ഓടും തുടർച്ചയുള്ള ഓട്ടം. നിക്കൂല, എവിടെ നിക്കൂല, ഓടും. സന്തോഷമായി ചേട്ടാ. ആർക്കാ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ Yes, ചോദിക്കാനുള്ളത്? അടുത്ത ചോദ്യം. പോലീസുകാർ എന്തുകൊണ്ടാണ് മോളിലേക്ക് വെടിവെക്കുന്നത്? മേളിലേക്ക് വിടും. ആകാശത്തേക്ക് വെടിവെക്കുന്നത്? അത് ഉണ്ട ചെലവാകാൻ ചുമ്മാ വയ്ക്കുന്നത്. ടിഷ്യൻ 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 എന്ന് പറഞ്ഞാൽ വെടിവെച്ചേങ്ങൾ. അല്ല വേറെ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് സത്യത്തിൽ വെടിവെക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പേടിപ്പിച്ച് വെടിയാണ് ഇത് കൊണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തൊക്കെയാണെന്നുള്ളത് അവരെ അറിയിക്കാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു മെറിറ്റാണ്. ജനം ഇളകി വരുമ്പോൾ ഞാൻ പോലീസാണ് നേരെ നെഞ്ചത്ത് നോക്കി വെടിവെക്കാണ്. നല്ല വെടിവെക്കുള്ളൂ. അപ്പോൾ ഓടും. അങ്ങനെ വെടിവെക്കുകയല്ല. അപ്പം എന്ത്? ഓക്കെ, ഇനി അടുത്ത ആരാണ്? സാർ എൻ്റെ പേര് ഡാനി എന്നാണ്. പറയണേ. സാർ ഒത്തിരി സിനിമയിൽ ലാലേട്ടൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും ഒത്തിരി തല്ല് വാങ്ങുന്ന കഥാപാത്രമാണ് കൂടുതൽ ചെയ്യുന്നത്. സാറിൻ്റെ ഔദ്യോഗിക പോലീസ് ജീവിതത്തിൽ സാർ തല്ല് കൊടുക്കുന്ന ആളാണോ, സാർ തല്ല് മേടിക്കുന്ന ആളാണോ? നല്ല ചോദ്യം, നല്ല ചോദ്യം. ഒറിജിനൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ആരെയും തല്ലിയിട്ടില്ല. അതാണ് സത്യം. ഞാൻ എൻ്റെ പോലീസ് ജീവിതത്തിൽ ആരെയും ഞാൻ തല്ലിയിട്ടില്ല. സിനിമയിൽ കയറിയപ്പോൾ ഇഷ്ടംപോലെ ഇടി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ കൈയുടെ ഈ മുറിവ് ബാലൻ കെ നായരുമായിട്ട് ഫൈറ്റ് 1921 ഫൈറ്റ് ചെയ്തപ്പോൾ ഒറിജിനൽ വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പൊളന്നാണ്. 15 സ്റ്റിച്ചാണ്. എന്തായാലും ഇതുവരെ ഡിപ്പാർട്ട്മെൻറ്റിന് തല്ലിയിട്ടില്ല. ഇങ്ങോട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെയൊക്കെ പരിചയപ്പെട്ടു. മാത്രമല്ല ചേട്ടനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങളെ കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? അതായത് കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ച്. കോമഡി സൂപ്പർ നൈറ്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് ചാനലിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ കോമഡി സൂപ്പർ നൈറ്റ് ഞാൻ കാണാറുണ്ട്. വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ, ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾ, ഇവിടെയുള്ള ടെക്നീഷ്യൻസും പ്രത്യേകിച്ച് മോളെപ്പോലുള്ള കമ്പയറിങ് നടത്തുന്നവരും എല്ലാം കൂടെ വന്ന് വളരെ മനോഹരമായിട്ട് സൂപ്പർ നൈറ്റ് കോമഡി സൂപ്പർ നൈറ്റ്സ് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി പറയാൻ ഇവിടുത്തെ മനോഹരമായ ഈ ലൈറ്റും വീണ്ടും എന്തേ അല്ല എന്തേ മനസ്സിലെന്തോ വിഷമല്ല. ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഓഫീസിൽ ചെന്നിട്ട് ലീവ് ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ. പിന്നെന്ത് കിട്ടിയില്ലേ? കിട്ടി. സസ്പെൻഷൻ ഓർഡർ അടിച്ച് കൈ തന്നപ്പോ തന്നെ. സസ്പെൻഷൻ ഓർഡർ എടോ, അത് യാതൊരു പ്രശ്നമില്ലായിരുന്നു. താൻ നേരിട്ട് എന്നും സിനിമയിൽ അഭിനയിക്കുക. സിനിമയിൽ അഭിനയിച്ച് ആ പടം റിലീസായി കഴിയുമ്പോൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് തനിക്ക് സസ്പെൻഷൻ ഓർഡർ കിട്ടും. അപ്പൊ സിനിമയിൽ അഭിനയിച്ച് സസ്പെൻഷൻ ഓർഡർ കിട്ടിയില്ലേ? രണ്ടുമൊന്നല്ലേ? ഇത് അഭിനയിക്കാതെ തന്നെ കിട്ടി. അഭിനയിക്കാതെ കിട്ടി. അപ്പൊ തനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പൊ അഭിനയിക്കരുത്. നേരത്തെ അഭിനയിച്ചിരുന്നെങ്കിൽ സസ്പെൻഷനുമായി അഭിനയമായി എല്ലാം ആയില്ലേ? അപ്പൊ അതായിരുന്നു ഏറ്റവും നല്ലത്. ബുദ്ധിമോശം. സാറ് സഹായിച്ചാൽ എനിക്ക് വീണ്ടും സിനിമ അഭിനയിക്കാൻ പറ്റും. ഞാൻ എങ്ങനെ സഹായിക്കാൻ? സാറ് മനസ്സ് വെച്ചാൽ മതി. എന്താണ് ഉദ്ദേശം? സാർ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, എന്നെ നായകനാക്കി വെച്ച്. ഇയാളെ ഉദയനെ നായകനാക്കി വെച്ചോണ്ട് ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഡയറക്റ്റ് ചെയ്യുന്നതോ? വേണമെങ്കിൽ സാർ തന്നെ ചെയ്യും. ബാക്കി എല്ലാം ചെയ്തല്ലോ, ഡാൻസും കളിച്ച് എല്ലാം ചെയ്യുമല്ലോ. ഓക്കെ നല്ല കാര്യം. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് കൂടി ആലോചിക്കണം, പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? അതെ, വേറെ കാര്യം കൂടെ പറയാം. നമ്മൾ രണ്ടുപേരും ഒരു കൂട്ടുകെട്ടും മലയാള സിനിമക്ക് ഒരു വളരെ അത്യാവശ്യം. മമ്മൂട്ടി മോഹൻലാൽ ഉദയൻ ഭീമന്റെ ഒക്കെ ഒരു കൂട്ടുകെട്ട് വളരെ പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിൽ ഇതൊരു നല്ല മനോഹരമായ കൂട്ടുകെട്ടായിരുന്നു. ഞാൻ ഓർത്തില്ല സാർ ഇത്ര പെട്ടെന്ന് സംഭവിക്കും. അപ്പൊ ഇതിന്റെ പ്ലാനിങ് ചർച്ചയൊക്കെ നമുക്ക് പ്ലാനിങ് ചർച്ച ഇപ്പൊ തന്നെ വെച്ചുള്ള അപ്പൊ ഞങ്ങളെ ഇദ്ദേഹമായിട്ടൊരു ഡിസ്കഷൻ നടത്തിയിട്ട് ഇപ്പൊ വരാം. വീട്ടിൽ പറഞ്ഞിട്ട് വൈഫോണ് ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ വരുള്ളൂ. അയ്യോ അമ്മാവന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി തോന്നുന്നു. അപ്പോ ചർച്ച വിജയകരമായിരുന്നല്ലോ അല്ലേ? ചർച്ച മനോഹരമായി. ഞങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ട് അതങ്ങോട്ട് അരക്കിട്ട് ഉറപ്പിച്ച പോലെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മാമൻ അല്ലേ, മാമന്റെ കാര്യം ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു നല്ല ഒരു പര്യവസാനം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസറാകാനും ഒരു സിനിമ എടുക്കാനും ഒരാളെ ഹീറോ ആക്കാനും അതിൻ്റെ കൂട്ടത്തിൽ അയാളുമായിട്ടൊരു കൂട്ടായ്മയായിട്ടൊരു ചർച്ച നടത്താനും അയാളെ ഒരു വഴിക്ക് കൊണ്ടുവരാനും എനിക്ക് സാധിച്ചതിൽ പ്രത്യേകിച്ച് ഈ ഫ്ലവേഴ്സിനോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും സന്ധിക്കും വരെ വണക്കം. താങ്ക് യു വെരി മച്ച് ടു ഓൾ. ബൈ മോളെ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജി മാർട്ട്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം
വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജിമാർട്ട്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജിമാർട്ടിന്റെ മറ്റൊരു മനോഹരമായ ചിരി അരങ്ങ് കൂടി ഇതാ ഇവിടെ പര്യവസാനിക്കുകയാണ്. കൂടുതൽ ചിരിക്കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ്. കസ്തൂരിമാൻ മിഴിമലർ സരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരി, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരിമാൻ മിഴിമലർ സരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരിമാൻ മിഴിമലർ സരമെയ്തു,